ഞാനിനി നിങ്ങളെ കൂടെ കളിക്കാൻ വരില്ല. എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി. ഇന്നലെ എന്റെ ഡാഡി വന്നപ്പോ കൊണ്ടുവന്നതാ. ഫ്രണ്ടോ? എവിടെ? ബാഗിനുള്ളിലോ? മോനെ, ഫോണോ? ഇതാണ് എന്റെ പുതിയ ഫോൺ. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. മണപ്പിച്ച് നോക്കിയേ. ശരിയാ, നല്ല മുല്ലപ്പൂവിന്റെ മണം. അല്ലല്ല, നല്ല ഊതിന്റെ മണമാ. ഇതിലെ 12 GB റാം ഉണ്ട്, 250 GB സ്റ്റോറേജ് ഉണ്ട്, 200 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്. ഇനി എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഗെയിം കളിക്കാം. വീട്ടിലെനിക്ക് ഇനി ഒട്ടും ബോറടിക്കില്ല. ഞങ്ങള് കളിക്കാൻ പോവാ. ഞങ്ങള് പോണു. വാടാ. ഓക്കെ, ബൈ. എന്തു പറ്റി? എന്റെ കാലിൽ എന്തോ കൊണ്ടു. നോക്കട്ടെ. കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. എങ്കിലും ആലോചിച്ചു നോക്കുമ്പോൾ എന്റെ ബുദ്ധിയിൽ തെളിയുന്നത് ഒരു കഥയാണ്. പണ്ട് നരിമടയിൽ ഉറങ്ങിക്കിടന്ന ഒരു പുലി മാൻകിടാവാണെന്ന് കരുതി പാറപ്പുറത്ത് കടിച്ച കഥ. അന്ന് ആ പുലിക്ക് നഷ്ടപ്പെട്ട പല്ലാണിത്. നോക്കട്ടെ നോക്കട്ടെ. നരിയുടെ ഒരു പല്ലേ, നിന്റെ മണ്ടയിലെ ബുദ്ധി കടുകുമണിയോളം. എങ്കിൽ ഞാൻ പറയാം. കിട്ടിപ്പോയി. എന്നാൽ വേഗം പറ, ഞങ്ങളുടെ ക്ഷമ കെട്ടുപോകുന്നു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കഥയാണോ? കാര്യമല്ലേ? കാര്യമെങ്കിൽ കാര്യം. അന്ന് അവർ സഞ്ചരിച്ചിരുന്ന റോക്കറ്റിന്റെ ആണി ഇളകി താഴെ വീണത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നില്ലേ? അതിന് അന്ന് നമ്മൾ ജനിച്ചിട്ടുണ്ടായിരുന്നോ? അത് പിന്നെ എന്നാ ഇതല്ല സാധനം. ഇത് പറയാനാണോ ഇവിടെ കിടന്ന് വട്ടം ചുറ്റിയത്? നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാം. എന്നാലും നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണിൽ നിന്ന് കിട്ടിയ സാധനം എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. വല്ലാത്ത കഷ്ടം തന്നെ. മണ്ണിന്റെ മണമുള്ള മായാത്ത പാട്ട്. അതയാളാ. പൊന്നായി നമ്മുടെ ചക്കിട്ടക്കൊലവൻ. വരട്ടെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ സാധനം കൊലവന് കാണിച്ചു കൊടുത്താൽ അയാൾ ഉത്തരം പറയും. നല്ല ശരി ഉത്തരം. മനസ്സുമ്മേയും ഒന്നാകണ പാട്ട്. മണ്ണും മനസ്സുമ്മേയും ഒന്നാകണ പാട്ട്. കൊലവൻ പൊന്നുവിളയിച്ച പാടത്ത് കുട്ടികൾ കളിച്ചു രസിക്കുകയാണല്ലേ. നിങ്ങളുടെ നല്ല കാലം. പക്ഷേ മാനം കറക്കുമ്പോൾ, നാറ്റുവേല കൊള്ളുമ്പോൾ കൊലവൻ്റെ നെഞ്ചു പിടക്കുന്നത് ആരും കാണുന്നില്ല. എൻ്റെ കലപ്പ ചിതലുകൾ തിന്നു തീർത്തു. കാളകളെ അറവുകാരൻ കൊണ്ടുപോയി അറുത്തു വിറ്റു. 10 വെട്ടിപ്പൊളിച്ച് കെട്ടിയോൾ വിറകായി കത്തിച്ചു തീർത്തു. മണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു മുത്തെടുക്കാൻ ഞാനിനി എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? അപ്പോൾ മുത്തശ്ശന്റെ സങ്കടത്തിന് കാരണം കൃഷിയാണല്ലേ? ഈ പാടത്ത് കളിച്ചു നടന്നപ്പോൾ ഞങ്ങൾ ഇത് അറിഞ്ഞതേയില്ല മുത്തശ്ശ. കരയാതെ മുത്തശ്ശ. മുത്തശ്ശനൊന്ന് ചിരിച്ചല്ലോ. സമാധാനം. മുത്തശ്ശന്റെ ഈ കോലോത്തു പാടത്തു നിന്ന് വിശേഷപ്പെട്ട ഒരു സാധനം കിട്ടി. എത്ര ആലോചിച്ചിട്ടും അതെന്താണെന്ന് പിടികിട്ടുന്നില്ല. മണ്ണിൽ നിന്നും ജനിച്ചു വീണ മനുഷ്യക്കുഞ്ഞുങ്ങൾക്കിത് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഇത് നിങ്ങളുടെ കുറ്റമല്ല. പുത്തരി വിളയിക്കാതെ കുത്തരി വാങ്ങിയതിൻ്റെ കുറ്റം. പച്ചക്കറി വിളയിക്കാതെ തമിഴ്നാട്ടിൽ നിന്നും കയറ്റി വരുന്ന വിഷമടിച്ച പച്ചക്കറി വാങ്ങിയതിൻ്റെ കുറ്റം. പൈതൃകങ്ങൾ കുഴിച്ചു മൂടിയിട്ട് പരിഷ്കാരത്തിൻ്റെ പിറകെ പോയതിൻ്റെ കുറ്റം. മക്കളെ, ഇത് വെറും ഒരു കുമ്പളത്തിൻ്റെ വിത്താ. മാളോരെ, നിങ്ങൾ അറിഞ്ഞോ? ഇത് പുലിയുടെ പല്ലുമല്ല, റോക്കറ്റിന്റെ ആണിയുമല്ല. നമ്മുടെ നാടൻ സാമ്പാർ തിളക്കുമ്പോൾ അതിൽ കിടന്ന് കുളുളു കുക്കുളു എന്ന് പറഞ്ഞ് തിളച്ചു പറയുന്ന നല്ല നാടൻ കുമ്പളത്തിന്റെ വിത്താണ്. അല്ല മുത്തശ്ശൻ എന്താ ഇപ്പോ കുമ്പളം വിളയിക്കാത്തെ? തമിഴരുടെ ഇഷ്ടം കാശ് കൊടുത്തു വാങ്ങുന്ന നാട്ടുകാർക്ക് കൊലവന്റെ കുമ്പളം വേണ്ട മക്കളെ. പിന്നെ ഇതിനെ നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കളോട് എനിക്ക് പൊരുതി നിൽക്കാൻ വയ്യ. കുമ്പളത്തിന് ശത്രുക്കളോ? ഏത് ശത്രുക്കൾ? തളിർത്ത് വള്ളി വീശുന്ന കുമ്പളം തുരന്ന് നശിപ്പിക്കാൻ വരുന്ന തണ്ടുതുരപ്പൻ, പൂവിരിയുന്ന കുമ്പളങ്ങ കറുമുറെ തിന്നാൻ വരുന്ന കുറുക്കൻ,
എനിക്ക് അവരോടൊന്നും പടവെട്ടാൻ വയ്യ മക്കളെ. അതിന് ഇനി മുത്തശ്ശൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളുമുണ്ട് കാവലിന്. ഇത് മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥയല്ല. ഓട്ടത്തിൽ ആമ ജയിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാ നിങ്ങൾ. അധ്വാനിച്ച് വിയർപ്പ് പൊട്ടുന്ന കളി, ചെളിയും മണ്ണും കൂട്ടിക്കുഴയ്ക്കുന്ന കലയാ. കഴിയുമോ നിങ്ങൾക്ക്? കഴിയും മുത്തശ്ശ, കൃഷിയും ഒരു പഠനം തന്നെയാണല്ലോ. മുത്തശ്ശന്റെ കൂടെ പണിയെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മതി മക്കളെ, എൻ്റെ സ്വന്തം മക്കൾ എന്നോടിങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കൊലവൻ ഈ മണ്ണിൽ ഇത്ര ചെറുതാകുമായിരുന്നില്ല. എൻ്റെ സങ്കടം തീർന്നു, നിങ്ങളത് തീർത്തു തന്നു. മാളോരെ, നിങ്ങൾ അറിഞ്ഞോ? കൊലവനും മക്കളും കോലോത്തുപാടത്ത് കുമ്പളം നടാൻ പോകുന്നു. ഇനിയും മണ്ണിട്ട് നികത്താത്ത പാടമുള്ളവർ ഞങ്ങളെ കണ്ടോളീൻ. കോലോത്തും പാടത്ത് കുമ്പളം നട്ടേ, അടിമണ്ണും മേൽമണ്ണും കുത്തിക്കിളച്ചേ. തെയ്തകതാരോ തകതെയ്തകതാരോ തെയ്തകതാരോ തകതെയ്താരോ. വട്ടത്തിൽ തടം വെട്ടി കുമ്പളം നട്ടേ, ചാണകം ചപ്പിലാ വാരി നിറച്ചേ. തെയ്തകതാരോ തകതെയ്തകതാരോ തെയ്തകതാരോ തകതെയ്താരോ. തേക്കോട്ട കൊണ്ടു ഞാൻ തേകി നനച്ചേ, 7-ാം നാൾ കുമ്പളം മുള പൊട്ടിയേ. തെയ്തകതാരോ തകതെയ്തകതാരോ തെയ്തകതാരോ തകതെയ്താരോ. തെയ്തകതാരോ തകതെയ്തകതാരോ തകതെയ്തകതാരോ തകതെയ്താരോ. തെയ്തകതാരോ തകതെയ്തകതാരോ തെയ്തകതാരോ തകതെയ്താരോ. കൊലവന്റെ കുമ്പളം വള്ളി വീശിയേ, നല്ല പച്ചത്തളിർപ്പുള്ള കുമ്പളം, കൊഴുത്ത് തടിച്ച് വള്ളികളുള്ള കുമ്പളം. മുളയിലെ അറിയാൻ മുളം കരുത്തെന്ന് പറയാറില്ലേ, ആ കരുത്താണ് ഞങ്ങളുടെ കുമ്പളം. മക്കളെ, ഇനിയാണ് നിങ്ങൾ ഈ കുമ്പളത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കേണ്ടത്. അവനില്ലേ ആ തണ്ടുതുരപ്പൻ, അവൻ ഇപ്പൊ വരും. രാക്ഷസൻ മനുഷ്യരക്തം ഊറ്റിക്കുളിക്കുന്നത് പോലെ അവൻ നമ്മുടെ കുമ്പളക്കുഞ്ഞിനെ നശിപ്പിക്കും. വരട്ടെ മുത്തശ്ശ, അപ്പോ കാണാം. വിഷമെടുത്ത് പ്രയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനതിനെ ജയിക്കാനുള്ള കരുത്തൊക്കെ നേടിക്കഴിഞ്ഞു. മുത്തശ്ശ, ഇത് കൊലവന്റെ കുമ്പളമാ. ശത്രുക്കളോട് ആദ്യം മര്യാദ, കേട്ടില്ലെങ്കിൽ അടിച്ചു കൊല്ലണം. ആദ്യം തണ്ടുതുരപ്പൻ, പൂവിട്ട് ഉണ്ണിക്കായ വിരിഞ്ഞാൽ കുറുക്കൻ. ഇവരോടൊക്കെ ജയിച്ചാൽ നാളെ നിങ്ങളും നല്ലൊരു കർഷകനാകും. ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കാവലിന് മുത്തശ്ശൻ വേണ്ട. പണിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, മുത്തശ്ശൻ പോയി കിടന്നോളൂ. അതെ, ആ രാക്ഷസന്റെ വരവാണ്. എന്തൊരു ഭീകരമായ ശബ്ദം. ഹായ്, നല്ല പച്ചിലകളുടെയും ചാണകത്തിന്റെയും മണമുള്ള കുമ്പളം. വിഷത്തിന്റെ നാറ്റമില്ലാത്ത ഇത്തരം വള്ളി തുരന്ന് തിന്നിട്ട് കാലം എത്രയായി? ഒരു 10 ദിവസം ഈ കുമ്പളക്കാട്ടിൽ സുഖമായി ജീവിക്കാം. അനങ്ങി പോകരുത്. നിന്നെപ്പോലുള്ളവരുടെ ശല്യം സഹിക്കാനാവാതെ വയലായ വയലൊക്കെ മണ്ണിട്ട് മൂടി. നിന്നെ പേടിച്ച് മണ്ണിലാരും വിത്തിടാതെയായി. നാറ്റുപാട്ടും ചവിട്ടുകളിയും മൺമറഞ്ഞുപോയി. ഉപദേശം വേണ്ട, പോയി വിഷമടിക്ക്. നിന്റെ വിഷത്തിനെ ജയിക്കുന്ന തൊണ്ടും തൊലിയുമായിട്ടാ എന്റെ വരവ്. വിഷമടി നിർത്തി. ആ വിഷം ഞങ്ങൾ തിന്ന് ഇതുവരെ കാണാത്ത കേൾക്കാത്ത രോഗങ്ങൾ പിടിപെട്ട് ഞങ്ങൾ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ വർഗത്തെ ഓരോന്നായി പിടിച്ച് തല്ലിക്കൊല്ലാനാ ഞങ്ങളുടെ തീരുമാനം. തിരിച്ചുപോ, അല്ലെങ്കിൽ ചാകാനൊരുങ്ങിക്കോ. അതു ശരി, തിന്നുകൊടുത്ത് ഇനിയും പരിണാമം കഴിയുമ്പോൾ പൂമ്പാറ്റകളായി ഈ പ്രപഞ്ചത്തെ മനോഹരമാക്കേണ്ട എന്നോടാണോ കളി? കുമ്പളത്തിന്റെ വള്ളി തന്നെ തുറക്കണമെന്ന് നിനക്കെന്താ ഇത്ര വാശി? മനുഷ്യർക്ക് വേണ്ടാത്ത എത്രയോ ചെടികളുണ്ട്. മനസ്സില്ല, ഞാൻ ഇത് തന്നെ തുറക്കും. ആഹാ, ആ തണ്ടുതുരപ്പനെ അടിച്ചു കൊല്ലടാ. ഞാൻ പോവാം. അതിനു മുമ്പൊരു ചോദ്യം. പഠിച്ച് വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകേണ്ട നിങ്ങൾ പാടത്തെ പരീക്ഷണത്തിന് നിൽക്കേണ്ട. മണ്ണിൽ നിന്നും നിങ്ങൾക്ക് വലിയ സമ്പാദ്യമൊന്നും കിട്ടാനില്ല.
ഉപദേശം നിർത്ത്. ഞങ്ങൾക്ക് കൊലവൻ മുത്തശ്ശനെ പോലെ കൃഷിക്കാരനായാ മതി. ഡോക്ടർക്കും എഞ്ചിനീയർക്കും മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വിശപ്പകറ്റാൻ കൃഷിക്കാരൻ മണ്ണിൽ പണിയെടുക്കണം. ഏതായാലും ഇവിടെ തോറ്റു. ജീവിക്കാൻ മറ്റൊരു വഴി കണ്ടുപിടിക്കാം. ദേ കാണുന്നില്ലേ, കൊലവന്റെ കുമ്പളം പൂവിട്ടു, തളിരിട്ടു, ഉണ്ണിക്കായും വിരിഞ്ഞു. കൊലവന്റെ കുമ്പളം കായ്ച്ചേ, പച്ചിലയും ചാണകവും ഇട്ട് ഞങ്ങൾ വളർത്തിയ തണ്ടുതുരപ്പൻ തുരക്കാത്ത കുമ്പളം ഇതാ കായ്ച്ചേ, വള്ളി നിറയെ ഉണ്ണിക്കായ വിരിഞ്ഞേ. കേൾക്കുന്നില്ലേ അവന്റെ കൂവൽ? ബുദ്ധിമാനായ ജംബുകൻ കുമ്പളം കായ്ച്ചതിന്റെ മണം അങ്ങ് മടയിലെത്തിയിട്ടുണ്ടാകും. ബുദ്ധിമാനോ? ആരി? ഈ കുർക്കച്ചാരോ? ചോരയുടെ മണം പിടിച്ച് വില്ലിന്റെ നാണ ഒരിക്കൽ കടിച്ചു മുറിച്ചത്. അന്ന് തലക്കടി കിട്ടിയവൻ ചത്തുപോയി. നീലം കലക്കിയ പാത്രത്തിൽ വീണവൻ നാടു വിട്ടുപോയി. മുന്തിരിങ്ങ പുളിക്കുന്നതാണെന്ന് കണ്ടുപിടിച്ചവനല്ലേ ഈ മണ്ടൻ കോസാമി? അതെ, മുന്തിരിങ്ങ വെച്ച് നമുക്കവനെ കെണിയിൽ വീഴ്ത്തണം. അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കേട്ടില്ലേ? കുറുക്കന്റെ കൂവൽ കേട്ടപ്പോഴേക്കും അവൻ കെണിയൊരുക്കി കഴിഞ്ഞു. പണ്ട് ചാടിയിട്ട് കിട്ടാതെ പോയ മുന്തിരിക്കുല സൗകര്യത്തിന് താഴെ കിട്ടുമ്പോൾ കൊതിമൂത്ത ചങ്ങാതി ആർത്തിയോടെ ഈ കുലയിൽ കടിക്കും. ആ നിമിഷം ഈ കമ്പി വന്ന് കഴുത്തിൽ കുടുങ്ങും. അങ്ങനെ കുമ്പളത്തിന്റെ രണ്ടാമത്തെ ശത്രു നമ്മളെ പിടിയിൽ. ചങ്ങാതിമാരെ, അവൻ വരാൻ നേരമാകുന്നു. നമുക്ക് ഈ കെണി കുമ്പളത്തിന്റെ അരുകിൽ കൊണ്ടുവച്ചിട്ട് ആ പൊന്നക്കാട്ടിൽ ചെന്നു മറിഞ്ഞിരിക്കാം. അഥവാ കുമ്പളങ്ങ കടിക്കാനാണ് ഭാവമെങ്കിൽ 4 ഭാഗത്തു നിന്നും ആക്രമിച്ച് അവനെ തല്ലിക്കൊല്ലാം. വരട്ടെ ഇങ്ങോട്ട്. ബുദ്ധിമാനായ എന്നെ പിടിക്കാൻ കെണിയൊരുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? കാട്ടിലെ രാജാവിനെ തെരഞ്ഞെടുക്കുവാൻ മൃഗങ്ങൾക്ക് കൗശലം പറഞ്ഞു കൊടുക്കുന്ന എന്നോടാ കളി. ഷടാ, ഒരു കുല മുന്തിരിയും കെട്ടിത്തൂക്കിയിട്ടുണ്ട്. കുറുക്കന് മുന്തിരിങ്ങ പ്രിയമാണെന്ന് ആരാണ് ഈ വിഡ്ഢികളോട് പറഞ്ഞത്? വെള്ളരിക്കയോളം വരില്ലെങ്കിലും കുഞ്ഞിക്കുമ്പളങ്ങ കുറുക്കൻ തിന്നു കാണിച്ചു തരാം. എന്താ ഇത്? മൃഗങ്ങൾ സ്വൈരസഞ്ചാരം നടത്തേണ്ട നേരത്ത് ഇരുകാലികൾ കുന്തോം പിടിച്ച് കാവലിരിക്കുന്നു. കളി കാടലോട് വേണ്ട. പണ്ടത്തെ കാലമൊന്നുമല്ല. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ചോദിക്കാനും പറയാനും അങ്ങ് ഡൽഹി വരെ ആളുകളുണ്ട്. അക്കാര്യത്തിൽ നിങ്ങൾ മനുഷ്യരെക്കാൾ സുരക്ഷ ഞങ്ങൾക്കുണ്ട്. ഈ കുമ്പളകൃഷി നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനൊരുമ്പിട്ടാൽ ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല. അതിനാണോ ഇങ്ങനെ ഒരു കെണിയൊരുക്കി വെച്ചിരിക്കുന്നത്? ഒരു കുല മുന്തിരിയും ദ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ്. നിങ്ങളുടെ മാഷന്മാർ പറഞ്ഞ കഥകൾ നിങ്ങൾ വിശ്വസിച്ചു. ആട്ടെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങൾക്കിവിടെ കൃഷി ചെയ്യണം. കൃഷിക്ക് ശല്യമാകുന്നവരാരും പാടത്തേക്ക് വരരുത്. ഞങ്ങൾ ഇനി അത് സമ്മതിക്കില്ല. അത് നിങ്ങളുടെ വ്യവസ്ഥ. ഇനി ഞാനൊരു ഉടമ്പടി പറയാം. കാട് ഞങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അവിടെ കയറി മോഷ്ടിക്കാനും നായാടാനും ടൂറിസ്റ്റ് വില്ലകൾ കെട്ടിപ്പൊക്കാനും നിങ്ങൾ മനുഷ്യർ അങ്ങോട്ട് വരാൻ പാടില്ല. കാട് കാടായി നിലനിന്നാൽ അതിന്റെ ഗുണവും നിങ്ങൾക്ക് തന്നെയാ. ഉടമ്പടി സമ്മതിച്ചു. എങ്കിൽ നിങ്ങളുടെ ഹരിതഭൂമി വിജയിക്കട്ടെ. ഞാൻ തിരിച്ചു പോകാം. അല്ല പിള്ളേരെ, ഈ കെണിയിൽ വെച്ച മുന്തിരിക്കുല എനിക്കുള്ളതല്ലേ? അത് ഇങ്ങെടുത്തു തന്നാൽ ഇന്നത്തെ അത്താഴം കുശാലാകും. അതങ്ങ് എടുത്തു കൊടുത്തോളൂ. ഹഹഹാ, എന്തൊരു മധുരം! മുന്തിരിങ്ങയെ പറ്റി ഇങ്ങനെയാണ് കുറുക്കൻ പറഞ്ഞിട്ടുള്ളതെന്ന് പഴഞ്ചൊല്ലുണ്ടാക്കിയ നിങ്ങളുടെ മാഷന്മാരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം. വരട്ടെ. അങ്ങനെ കൃഷി നശിപ്പിക്കാൻ വരുന്ന എല്ലാ ശത്രുക്കളെയും നമ്മ ജയിച്ചിരിക്കുന്നേ. മക്കളെ, മക്കളെ, നമ്മുടെ കുമ്പളം വിളഞ്ഞു. വിളവെടുക്കാൻ സമയമായി. മുത്തശ്ശ, കൃഷിയുടെ കാലം അവസാനിച്ചിട്ടില്ലാലേ? മണ്ണ് ചതിക്കില്ല. അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. വരൂ മക്കളെ, നമുക്ക് വിളവെടുക്കാം.
ഹാവ്, എന്തൊരു ഭാരം! ഇത്ര വലിയ കുമ്പളങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ അതെ, ഈ കുമ്പളത്തിന്റെ വിത്ത് മുഴുവനും നമുക്ക് നടണം മുത്തശ്ശ. നമുക്ക് മാത്രം പോരാ, മണ്ണുള്ളവർക്ക് മുഴുവൻ വിത്ത് കൊടുക്കണം. നഷ്ടപ്പെട്ടുപോയ ഹരിതഭൂമി തിരിച്ചു വരും മക്കളെ, നമുക്ക് വരുത്തണം. മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞ് പണിയെടുത്തു മുന്നേറാം കൂട്ടരെ. മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. വിതച്ചു നേടിയ നാടിത്, കൊയ്ത് നേടിയ നാടിത്, മണ്ണെറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. വിതച്ചു നേടിയ നാടിത്, കൊയ്ത് നേടിയ നാടിത്, മണ്ണെറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ.